Hi everyone, welcome back to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പെണ്ണ് കാണാൻ ലുക്കാണ്. അതുപോലെ തന്നെ എവറി ഡേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കണേക്കാൻ മുന്നായിട്ട് പുതുതായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. അപ്പോഴാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ. അപ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ഫേസും ഹാൻഡ്സും നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് മോയ്സ്ചറൈസിങ് ക്രീം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നിവ്യയുടെ മോയ്സ്ചറൈസിങ് ക്രീമാണ്. നിങ്ങൾക്ക് ഏത് മോയ്സ്ചറൈസിങ് ക്രീം വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നിവ്യയുടെയാണ്. എന്നിട്ട് നല്ലതുപോലെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവണ വരെ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഹിമാലയയുടെ നാച്ചുറൽ ഗ്ലോ ഫെയർനെസ് ക്രീമാണ്. അത് കുറച്ച് എമൗണ്ട് എടുത്തിട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ലിപ്സ് മോയ്സ്ചറൈസ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ബയോട്ടിക്കിൻ്റെ ബയോ ആൽമണ്ട് ലിപ് ബാമാണ്. ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. നല്ലൊരു ലിപ് ബാമാണ്. നെക്സ്റ്റ് ഐടെക്സ് ഡാസ്ലറിൻ്റെ ഐബ്രോ പെൻസിൽ ബ്രൗൺ കളർ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് ഐബ്രോസ് ഒന്ന് എൻഹാൻസ് ചെയ്യിപ്പിക്കുകയാണ്. മെയിനായിട്ട് ഈ ഒരു ലുക്കിലെന്ന് പറയുന്നത് നമ്മുടെ ഉള്ള ഫീച്ചേഴ്സിനെ ഒന്ന് എൻഹാൻസ് ചെയ്യിപ്പിക്കുക, അത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റായിട്ട് ബോൺജോ പാരീസിൻ്റെ ഒരു കാജ് സ്റ്റിക്ക് വെച്ചിട്ടാണ് വാട്ടർ ലൈൻ എഴുതി കൊടുക്കുന്നത്. അത് അപ്പർ ഐസിൻ്റെയും ലോവർ ഐസിൻ്റെയും താഴെയും അത് തന്നെയാണ് എഴുതി കൊടുക്കുന്നത്. സോ ഈ ഒരു കാജലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഒരു സിംഗിൾ അപ്ലൈയിൽ തന്നെ ഒരു നല്ലൊരു ജെറ്റ് ബ്ലാക്ക് കളറാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ വാട്ടർ പ്രൂഫുമാണ്. അതുപോലെ തന്നെ ഒരു 12 hours വരെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു അടിപൊളി കാജലാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സോ നിങ്ങളും കാജൽ സ്റ്റിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മേബിലിൻ്റെ ഹൈപ്പർ കേൾ ആയിട്ടുള്ള മസ്കാരയാണ്. നന്നായിട്ട് വോളിമൈസ്ഡ് ആയിട്ടുള്ള ഒരു മസ്കാരയാണ്. സോ അത് നമ്മൾ മേലെയും താഴെയും അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കളർ സെൻസിൻ്റെ പോയിട്രി ഇൻ പിങ്ക് 8 ഷെയ്ഡാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അത് കുറച്ചൊന്ന് അപ്ലൈ ചെയ്യാണ്. സോ ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാംസ് ഉണ്ടെങ്കിൽ അതിൽ അപ്ലൈ ചെയ്താലും മതി. അപ്പോഴും നല്ലൊരു കളർ നമുക്ക് കിട്ടും. നെക്സ്റ്റ് നമ്മൾ ഹെയറിലോട്ടാണ് കിടക്കുന്നത്. ഹെയറിലെ ചെടിയൊക്കെ തീർക്കാനായിട്ട് നമ്മൾ വിടുത്തുള്ള ഒരു കോമ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി അങ്ങനെ പൊട്ടിപ്പോവുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. നമ്മുടെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയൊരു സൈഡ് പാർട്ടീഷൻ എടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ചുരുട്ടി കൊടുക്കുക. എന്നിട്ട് പഫ് ചെയ്ത് വെക്കുക. പിന്നെ ടിക് ടാക്ക് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് വെക്കുക. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്.
സോ അറ്റ് ലാസ്റ്റ് ഒരു പൊട്ടും കൂടി കുത്തി കൊടുക്കുന്നുണ്ട്. ഞാനൊരു സെയിം കളറുള്ള പൊട്ട് തന്നെയാണ് കുത്തി കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിന്ദു വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സ് ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നതുവരെ ബൈ ബൈ.